രാവിലെ ഉണർന്ന് മുറിയിലേക്ക് വന്ന അവൻ തന്റെ കട്ടിലിൽ രേണു സുഖമായി കിടന്നുറങ്ങുന്നത് കണ്ടു. അപ്പോൾ തന്നെ ഒരു കപ്പിൽ വെള്ളമെടുത്ത് അവൻ അവളുടെ മുഖത്തേക്ക് വീശിയൊഴിച്ചു. നല്ല ഉറക്കത്തിലായിരുന്ന രേണു മുഖത്തേക്ക് തണുത്ത വെള്ളം വീണതിന്റെ ഞെട്ടലിൽ ചാടി എഴുന്നേറ്റു. എന്താ സുഖമല്ലേ? എന്ത് ധൈര്യത്തിലാ നീ എന്റെ ബെഡിൽ കിടന്നുറങ്ങിയത്? സോറി, ഞാൻ ഇന്നലെ എപ്പോഴോ ഉറങ്ങിപ്പോയതാണ്. അവൾ മുറിയുടെ മൂലയിലേക്ക് നീങ്ങി നിന്ന് പറഞ്ഞപ്പോഴാണ് അവളുടെ കവിളിൽ ചുവന്ന് തിണർത്ത് കിടക്കുന്ന തന്റെ വിരൽപ്പാടുകൾ അവൻ കാണുന്നത്. അത് കണ്ടതും അവൻ പെട്ടെന്ന് വല്ലാതെയായി. അല്ലെങ്കിലും ഗൗതം ഒരിക്കലും ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നില്ലല്ലോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലത് ജീവിതത്തിൽ നടന്നപ്പോഴുണ്ടായ ഒരു പ്രതികരണം മാത്രമാണല്ലോ അവൻ്റേത്. അതെ, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും മര്യാദയ്ക്ക് പെട്ടിയും കിടക്കയും പെറുക്കി ഈ റൂം വിട്ട് പൊയ്ക്കോണം, അല്ലെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. രേണു ശരിയെന്ന് തലയാട്ടി. സമയം പോയതിനാൽ ഗൗതം പെട്ടെന്ന് റെഡിയായി ഓഫീസിലേക്ക് പോയി. ഉച്ചവരെ നിന്ന് തിരിയാൻ സാധിക്കാത്ത തിരക്കിലായിരുന്നു ഗൗതം. ബാക്ക് ടു ബാക്ക് മീറ്റിംഗുകൾ അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഉച്ചയായപ്പോൾ ഗൗതമിന്റെ അമ്മ കൽപ്പന അപ്രതീക്ഷിതമായി ഓഫീസിലേക്ക് കയറി വന്നത് കണ്ട് എല്ലാവരും പകച്ചു നിന്നു. ഗൗതം സാറിന്റെ അമ്മ എന്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്? കൊടുങ്കാറ്റ് പോലെ ക്യാബിനുള്ളിലേക്ക് കയറിയ കൽപ്പന കയ്യിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ ഗൗതമിന്റെ മേശയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനാ മിഴിച്ചു നോക്കുന്നത്? ആ പേപ്പറിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് കാണ്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് കളയാൻ നിന്റെ ഭാര്യ ചെയ്തു വെച്ച പണി കണ്ടോ? കൽപ്പനയുടെ മുഖം കണ്ട അവൻ പേപ്പർ നിവർത്തി അതിലെ ന്യൂസ് വായിച്ചതും അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. കൊച്ചിയിലെ പ്രമുഖ വ്യവസായിയും ബിസിനസ് ഐക്കണുമായ മിസ്റ്റർ ഗൗതം അദ്ദേഹത്തിന്റെ ഭാര്യയെ ഹൗസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി പീഡിപ്പിക്കുന്നു. തനിക്ക് ഇഷ്ടമില്ലാത്ത പെൺകുട്ടിയെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കല്യാണം കഴിക്കേണ്ടി വന്നതിന്റെ ദേഷ്യത്തിലാണ് മിസ്റ്റർ ഗൗതം ആ സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നതിന്റെ പേരിൽ വനിതാ കമ്മീഷൻ ഗൗതമിനോടുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അവൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? വീട്ടിൽ പൂച്ചയെ പോലെ ഇരുന്നിട്ട് വെളിയിൽ പോയി നമ്മളെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്ക്. കൽപ്പന ഉറഞ്ഞു തുള്ളുകയായിരുന്നു. അപ്പോഴും എന്തുകൊണ്ടോ രേണു ഇത് ചെയ്യില്ല എന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. എന്നാൽ ഇന്നലെ രാത്രിയിൽ ഉപദ്രവിച്ചതുവരെ വ്യക്തമായി വാർത്തയിൽ വന്നത് അവന് ആശയക്കുഴപ്പമുണ്ടാക്കി. കാരണം അപ്പോൾ അവനും അവളും മാത്രമേ മുറിയിലുണ്ടായിരുന്നുള്ളൂ. അവൾ പറയാതെ മറ്റൊരാൾ ഇതറിയില്ല. അവൾ എവിടെയാണമ്മേ? ഞാൻ എങ്ങനെ അറിയാനാ? ഞാനൊന്ന് പുറത്തു പോയതാ. അവിടെയുള്ളവർ ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോഴാണ് ഞാൻ ഈ ന്യൂസ് അറിയുന്നത് തന്നെ. ഗൗതം മെല്ലെ വെളിയിലേക്ക് വന്നു. അപ്പോഴാണ് ആ ന്യൂസ് എല്ലാവരും അറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയത്. ഫേസ്ബുക്ക്, വാട്സപ്പ് വഴിയെല്ലാം ന്യൂസ് ഷെയർ ആയിക്കൊണ്ടിരുന്നു. അവനെ കണ്ടതും ഷീല അടുത്തേക്ക് വന്നു. സർ, നേരിട്ട് തന്നെ ഇതിന് ഉത്തരം പറയണമെന്ന് വനിതാവകാശ കമ്മീഷൻ മീഡിയ വഴി പറഞ്ഞിരിക്കുകയാണ്. അറേഞ്ച് എ പ്രസ് മീറ്റ് ഇമ്മീഡിയറ്റ്ലി. ഷീലയോട് പറഞ്ഞിട്ട് ഗൗതം ക്യാബിനുള്ളിലേക്ക് കയറി. ഗൗതം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഹാളിലായിരുന്നു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തത്. ഗൗതം അവിടേക്ക് ചെന്നതും മീഡിയക്കാർ ചോദ്യങ്ങളുമായി അവനെ വളഞ്ഞു. ഒന്നിനു പിന്നാലെ ഒന്നായി ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. സർ, ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ് സത്യമാണോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടോ? എന്ത് തെറ്റ് ചെയ്താലും സ്ത്രീയെ അടിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നത്? ആണാണെന്നുള്ള അഹങ്കാരം മനസ്സിലുള്ളതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്? നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഇടയിൽ അത്രയ്ക്ക് സ്വരച്ചേർച്ചയില്ല എന്ന് കേൾക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ സമ്മതമില്ലാതെയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഭാര്യയെ ദിവസവും തല്ലി ഉപദ്രവിക്കുന്നതെന്ന് പറയുന്നതിൽ സത്യമുണ്ടോ സർ? ഒന്നിനു പിറകെ ഒന്നായി വന്നു വീണ ചോദ്യങ്ങൾ അവനെ ശ്വാസം മുട്ടിച്ചു തുടങ്ങിയിരുന്നു. അവന്റെ ദേഷ്യം 10 മടങ്ങായി വർദ്ധിച്ചു. നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ് എന്ന് ഉച്ചത്തിൽ അലറി വിളിക്കാൻ തോന്നി അവന്. പക്ഷേ ഇവിടെ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഇത്രയും നാളുകൾ കൊണ്ട് ഗൗതം ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത പേരും പെരുമയും നിലയും വിലയും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകും എന്ന ബോധ്യത്തിൽ അവൻ മൗനം പാലിച്ചു. എന്നാൽ മീഡിയ അവനെ വിടാൻ ഭാവമില്ലായിരുന്നു. മറുപടി പറയൂ സർ, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ കേട്ട വാർത്തകൾ സത്യമാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഗൗതമിന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയ അതേ നിമിഷത്തിലാണ് രേണു മീറ്റിംഗ് ഹാളിലേക്ക് കാലെടുത്തു വെച്ചത്. അവളെ കണ്ടതും അവിടെ മുഴുവൻ ഒരു നിശബ്ദത പരന്നു. രേണു ഗൗതത്തിന്റെ അരികിലേക്ക് നീങ്ങിയതും സദസ്സിൽ നിന്നും അടക്കിപ്പിടിച്ച സംസാരങ്ങൾ ഉയർന്നു.
ഇവരാണ് മിസ്റ്റർ ഗൗതമിന്റെ വൈഫ്. നമുക്കൊരു ബെറ്റർ ന്യൂസ് കിട്ടുമെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന പലരും പരസ്പരം കുശൂശുക്കുന്നുണ്ടായിരുന്നു. അത് ഗൗതത്തിന്റെ ചെവിയിലും എത്തിയിരുന്നു. എന്നാൽ എന്താണ് രേണുവിന്റെ നീക്കം എന്ന് അവന് ഊഹിക്കാൻ സാധിക്കാത്തതിന്റെ അമർഷം അവനെ ശ്വാസം മുട്ടിച്ചു. ഓ, താനിന്നലെ തല്ലിയത് എല്ലാവരെയും നേരിൽ കാണിക്കാൻ വന്നതായിരിക്കും. അവളുടെ അടുത്തേക്കായി മൈക്കുമായി എത്തിയ ഏതാനും മാധ്യമ പ്രതിനിധികളെ ഒഴിവാക്കി രേണു ഗൗതത്തിന്റെ സമീപത്തായി ചെന്നിരുന്നു. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇത്രയും ദൂരം വന്നതിന് നന്ദി. പക്ഷേ നിങ്ങൾ അറിഞ്ഞതെല്ലാം നുണകളാണ്. എന്റെ ഭർത്താവ് എന്നെ നന്നായി തന്നെയാണ് നോക്കുന്നത്. ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരോ നിങ്ങൾക്ക് ഫേക്ക് ന്യൂസ് തന്നതാണ്. ഗൗതമും ഞാനും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഈ കല്യാണം കഴിച്ചത്. രേണു പറഞ്ഞ മറുപടി അവിടെയുള്ളവർക്കാർക്കും വിശ്വാസമായില്ല എന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. ഗൗതം അവൾ പറയുന്നത് കേട്ട് ഷോക്കടിച്ചതുപോലെ നിന്നു. മാഡം, നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയായിരിക്കും. പക്ഷേ പിന്നെന്തുകൊണ്ടാണ് മാഡം നിങ്ങളുടെ കവിൾ ചുവന്നിരിക്കുന്നത്? സദസ്സിൽ നിന്നും ഉയർന്ന ആ ചോദ്യത്തിൽ ഒരു പുച്ഛം കലർന്നിരുന്നു. അത് മനസ്സിലാക്കിയിട്ടെന്നതുപോലെ രേണു ചെറു ചിരിയോടെയാണ് മറുപടി പറഞ്ഞത്. അത് ഇന്നലെ ഗൗതം എനിക്ക് പുതിയൊരു ബ്രാൻഡ് മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചു തന്നു. അതെന്റെ സ്കിന്നിന് ചേർന്നില്ല, അലർജിയായി. ഞാൻ പൊതുവെ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാവും. പക്ഷേ ഇതൊക്കെ വെച്ച് എനിക്കും എന്റെ ഭർത്താവിനും ഇടയിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നത് കഷ്ടമാണ്. രേണു ഇങ്ങനെയൊരു മറുപടി പറയുമെന്ന് ഗൗതം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. തന്നെ അപമാനപ്പെടുത്താൻ അവൾ ശ്രമിക്കുമെന്ന് വിചാരിച്ച ഗൗതം ആശ്ചര്യപ്പെട്ടു. മീഡിയ വിടാൻ ഭാവമില്ലായിരുന്നു. മിസ്റ്റർ ഗൗതം വേറൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നുവെന്നും ഒട്ടും താല്പര്യമില്ലാതെയാണ് താങ്കളെ വിവാഹം കഴിച്ചതെന്നും കേൾക്കുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? രേണു ഒരു നിമിഷം ഗൗതമിനെ നോക്കി. അതെല്ലാം തെറ്റായ വാർത്തകൾ തന്നെയാണ്. ആദ്യമേ പറഞ്ഞല്ലേ, ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. ഗൗതം ആകെ കൺഫ്യൂസ്ഡായി. അവന്റെ മനസ്സിൽ ദേഷ്യവും ആശങ്കയും ഒരുപോലെ നിറഞ്ഞു നിന്നു. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും മിസ്സസ് ഗൗതം? ചിലപ്പോൾ മിസ്റ്റർ ഗൗതമിന്റെ ഉപദ്രവം പേടിച്ചാണ് നിങ്ങൾ ഇതെല്ലാം പറയുന്നതെങ്കിൽ? നോക്കൂ, ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇതാരാണ് ചെയ്തതെന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുണ്ടാകുന്ന സൗന്ദര്യ പിണക്കങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക്കായി വന്നിരുന്ന എക്സ്പ്ലനേഷൻ നൽകേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല മാഡം, നിങ്ങളുടെ റൂമിനുള്ളിൽ ഇരിക്കുന്നത് വരെ മാത്രമേ അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാവുന്നുള്ളൂ. വെളിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു പബ്ലിക് മാറ്റർ തന്നെയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സി, അത് ചെയ്തത് ആരാണ് എന്നറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു കംപ്ലൈന്റ് കൊടുക്കാനാണ് ഞങ്ങളുടെ ഡിസിഷൻ. വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. മീഡിയ തങ്ങളെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ രേണു ഗൗതമിന്റെ നേരെ മെല്ലെ തിരിഞ്ഞു. പതുക്കെ അവന്റെ കാതിൽ സോറി പറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന യാതൊരു ഊഹവുമില്ലാതെ കണ്ണുമിഴിച്ചിരുന്ന ഗൗതമിന്റെ ചുണ്ടിലേക്ക് രേണു അവളുടെ ചുണ്ടുകൾ ചേർത്ത് ഒരു നീണ്ട ചുംബനം നൽകി. ഒന്ന് ഞെട്ടിയെങ്കിലും ഗൗതം അവളുടെ ഇടുപ്പിലൂടെ കൈകൾ കോർത്ത് അവളെ ചേർത്ത് പിടിച്ചു. ക്യാമറ കണ്ണുകൾ ആ കാഴ്ചയുടെ രസം ഒട്ടും ചോരാതെ മുഴുവനും പകർത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം വിശ്വാസമായില്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എനിക്കും എന്റെ ഭർത്താവിനും ഇടയിൽ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഗൗതമിന് എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. എങ്കിലും ആ ഒരു നിമിഷം കൊണ്ട് പേരറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അവന്റെ ഉള്ളിൽ വേലിയേറ്റം നടത്തി. രേണുവിന്റെ ഉള്ളിലോ ഭയം പെരുകിപ്പെരുകി വന്നുകൊണ്ടേയിരുന്നു. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.